കലാമണ്ഡലം സത്യഭാമയുടെ അധിക്ഷേപ പരാമർശത്തിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഉയർന്നത് വ്യാപകമായ വിമർശനം. സത്യഭാമയ്ക്കെതിരെ കേസെടുക്കണമെന്നും സാംസ്കാരിക അപചയത്തിന്റെ ഉദാഹരണമാണ് അവരുടെ വാക്കുകളെന്നും സംഗീത നാടക അക്കാദമിയും സാഹിത്യ അക്കാദമിയും പ്രതികരിച്ചു. സമൂഹമാധ്യമങ്ങളിലും രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. കലാമണ്ഡലം സത്യഭാമയുടെ പരാമർശം നിലവാരം കുറഞ്ഞതെന്ന് മേതിൽ ദേവിക റിപ്പോർട്ടറിനോട് പറഞ്ഞു. കലാകാരന്മാരെ തളർത്തുന്നതാണ് സത്യഭാമയുടെ വാക്കുകൾ. സൗന്ദര്യമെന്നാൽ എന്താണെന്ന് ആദ്യം പഠിക്കണമെന്നും മേതിൽ ദേവിക. ഇന്നത്തെ കാലത്ത് മോഹിനിയാട്ടം എന്നുള്ള ഒരു ആർട്ട് ഫോം ഒരു ഗ്ലോബലി പോയി നിൽക്കുമ്പോൾ ഒട്ടും പ്രോഗ്രസ് ഇല്ലാണ്ട് ചിന്തിക്കുകയും വളരെ പെർവേർട്ടഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സുമാണ് അവർ പറഞ്ഞത്. വളരെ ഡീമോട്ടിവേറ്റിംഗ് ആണ്, ഡീമോറലൈസിംഗ് ആണ്. മാത്രമല്ല അത് കറക്റ്റ് ആയിട്ട് ആർട്ട് ഫ്രെറ്റേണിറ്റി യൂണിഫൈഡ് ആയി നിന്ന് റെസ്പോണ്ട് ചെയ്യുക തന്നെ വേണം. സത്യഭാമയ്ക്കെതിരെ കേസെടുക്കണമെന്ന് സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി ആവശ്യപ്പെട്ടു. മനുഷ്യാവകാശ ലംഘനമാണ് സത്യഭാമ നടത്തിയത്. നൃത്തം പഠിക്കുന്ന പുതിയ കുട്ടികൾക്ക് അപകർഷത സൃഷ്ടിക്കുന്നതാണ് പരാമർശം. നിറം വെച്ച് കലയളക്കുന്നവർ കലാകാരന്മാരല്ലെന്നും കരിവെള്ളൂർ മുരളി റിപ്പോർട്ടറിനോട് പറഞ്ഞു. തീർത്തും അധിക്ഷേപാർഹമാണ്. യഥാർത്ഥത്തിൽ ഒരു കലാകാരിയായിരിക്കാനുള്ള യോഗ്യത അവർക്കില്ല. ഒരുതരം ബോഡി ഷെയ്മിങ്ങുമാണ്. അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, മനുഷ്യാവകാശ ലംഘനമാണ്. അവർക്കെതിരെ കേസെടുക്കണം. ഈ തൊലിയുടെ നിറം വെച്ചിട്ട് കലയെ അളക്കുന്നവര് കലാകാരന്മാരായിട്ട് കലാകാരികളായിട്ട് ഇരിക്കാൻ, ആ പേരുച്ചരിക്കാൻ പോലും യോഗ്യതയില്ലാത്തവരാണ്. കലാമണ്ഡലം സത്യഭാമ നടത്തിയ ജാതീയാധിക്ഷേപം നമ്മുടെ സമൂഹം എവിടെയെത്തി നിൽക്കുന്നു എന്നത് തുറന്നു കാണിക്കുന്നുവെന്ന് സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സത്യഭാമ തിരുത്തണമെന്ന് കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതികരിച്ചു. ദൗർഭാഗ്യകരമെന്ന് മാത്രമല്ല, അധിക്ഷേപാർഹമായ ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന പിൻവലിച്ചുകൊണ്ട് അവർ സമൂഹത്തോട് മാപ്പ് ചോദിക്കണം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.